പിന്നെ ഫ്രണ്ട്സ്, ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ടാണ് സ്ക്രീനിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെറ്റപ്പ് എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് നോക്കാം. നിഫ്റ്റി ഇന്ന് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കാണിച്ചതിന് ശേഷം ചെറിയൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കപ്പോൾ സി സൈഡ് നിഫ്റ്റി 24,700 സി സൈഡ് കോൾ ഓപ്ഷൻ ചെയിനാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ചാർട്ട് ലെവൽ നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഈ പോയിന്റിൽ ഈ ഏരിയയിൽ വിവാപ്പിന് മുകളിലായി പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിംഗ് ഉണ്ട്. അതോടൊപ്പം പക്ഷേ അവിടെ RSI 50 എബോ അവിടെ ക്രോസ് ചെയ്യുന്നില്ല. ഈ സൈഡിൽ MACD ക്രോസിംഗ് ഈ ഏരിയയ്ക്ക് ആനുപാതികമായിട്ട് വരുന്നില്ല. എന്നാൽ വിവാപ്പിന് മുകളിലായിട്ടൊരു ഹ്യൂജ് പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിംഗ് നടന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിലും പോസിറ്റീവ് ക്യാൻഡിൽ തന്നെയാണ്. RSI അതോടൊപ്പം തന്നെ 50 ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ട്. MACDയും ക്രോസിംഗ് ആണ്. വോളിയം അത്യാവശ്യം നല്ലൊരു വോളിയം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് പുതിയ എൻട്രി എടുക്കാമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ റൂൾസ് എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എവിടെ പുതിയ എടുക്കും എന്നുള്ളതാണ് നമ്മുടെ കൺസേൺ. ജസ്റ്റ് തലേന്നത്തെ ചാർട്ടും കൂടി നോക്കണം. റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ നോക്കിയിട്ട് മാത്രമേ അത് നമുക്ക് പുതിയ ഹ്യൂജ് ക്യാൻഡിൽ വരുന്ന സ്ഥലത്ത് എൻട്രി എടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ തന്നെ നോക്കുമ്പോൾ ഈ ലെവൽ ഇതൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് കാണാം. ഈ ഒരു ലെവൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ഇതേപോലെ ടൈനി ക്യാൻഡിൽസ് പോസിറ്റീവ് ക്ലോസിംഗ് കാണിച്ചാൽ മാത്രം വിവാപ്പിനോട് ചേർന്ന് തൊട്ട് മുകളിലായിട്ട് എൻട്രി എടുക്കാവുന്നതാണ്. ഇവിടെ ഹ്യൂജ് ക്യാൻഡിൽ വന്നത് കാരണം അവിടെ എൻട്രി എടുക്കുന്നത് ഉചിതമല്ല. കാരണം നമുക്കവിടെ ലോസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റെസിസ്റ്റൻസിൽ തൊട്ട് റിട്രേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എമൗണ്ട് അവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യത. അവിടെ എൻട്രി എടുക്കുന്നത് റെക്കമെൻഡബിൾ അല്ല. പിന്നീട് നമ്മൾ ഈ ചാർട്ട് പരിശോധിച്ചാൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് വിവാപ്പിന് മുകളിലായിട്ട് പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിംഗ് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇവിടെ കാണാം. അവിടെ നമുക്ക് എന്തുകൊണ്ട് എൻട്രി എടുക്കാം അല്ലെങ്കിൽ എടുക്കരുത് എന്നുള്ളത് നോക്കാം. അവിടെ നോക്കുമ്പോഴത്തേക്ക് RSI 50 ലെവലിലേക്കാണ് ക്രോസ് ചെയ്ത് അപ്സൈഡ് മൂവ്മെൻറ്റ് വലുതായിട്ട് കാണിക്കുന്നില്ല. അഥവാ എടുക്കുകയാണെങ്കിലും വിവാപ്പിന് താഴെയായി SL വയ്ക്കുക. വിവാപ്പിനോട് ചേർത്ത് തൊട്ട് താഴെ SL വയ്ക്കുക. നമ്മളുടെ റൂൾ അനുസരിച്ച് വിവാപ്പിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ പരമാവധി വിവാപ്പിന് തൊട്ട് മുകളിലോട്ട് വിവാപ്പിനോട് ചേർന്ന് എൻട്രി എടുക്കുകയും വിവാപ്പിന് താഴെ പ്രീവിയസ് ക്യാൻഡിൽ തൊട്ട് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതാണ് നമുക്ക് കൂടുതൽ സേഫ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിംഗ് വന്നിട്ടുണ്ട്. ഈ വിവാപ്പിന് തൊട്ട് മുകളിലായിട്ട് ഏതെങ്കിലും ഭാഗത്ത് എൻട്രി എടുക്കുന്ന ആൾ വിവാപ്പിന് തൊട്ട് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന പക്ഷം നല്ല ഒരു മൂവ്മെൻറ്റ് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ മൂവ്മെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ടാർഗറ്റ് എവിടെ സെറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ടാർഗറ്റ് പിവറ്റ് പോയിൻറ്റ്, സെൻട്രൽ പിവറ്റ് ലൈൻ ടാർഗറ്റ് സെറ്റ് ചെയ്യണം. കൂടുതൽ സേഫ്റ്റി പ്രീവിയസ് ഹൈ ഫസ്റ്റ് ടാർഗറ്റ് അത് വയ്ക്കുക. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, വെയിറ്റ് ചെയ്യുക. അതായിരിക്കും ഇവിടെ എൻട്രിക്കുള്ള ബെറ്റർ ഓപ്ഷൻ. അവിടെ ഒരു ഇവിടെ എൻട്രി എടുത്തിർക്ക് നിശ്ചിത എമൗണ്ട് പ്രോഫിറ്റിന് 200 തൊട്ട് 257 വരെ 50 പോയിൻറ്റിനടുത്ത് പ്രോഫിറ്റ് എടുക്കാനുള്ള സാധ്യത. പിന്നീട് അവിടെ റിട്രേസ്മെൻ്റ് ആണ്. വിവാപ്പം ക്രോസ് ചെയ്ത് ഡൗൺ ആയിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മുടെ റൂള് പ്രകാരം എൻട്രി എടുക്കാൻ പറ്റിയ വിവാപ്പിന് മുകളിൽ പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിംഗ് വരുന്നത് ഈ ഭാഗത്താണ്. അവിടെ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിംഗ് വന്നിട്ടുണ്ട്. അത് ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരാൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും വിവാപ്പ് ക്രോസ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എൻട്രി എടുക്കുന്ന മുന്നേ നമ്മളൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വിവാപ്പിന് മുകളിൽ അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടായ ക്യാൻഡിൽ ക്ലോസിംഗ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ RSI 50 എബോ ക്രോസ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എൻട്രി പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടിയാൽ പോലും എൻട്രി ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നീട് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കും തോറും ഈവനിങ് മാർക്കറ്റ് ക്ലോസിംഗ് ടൈം വരെ നമുക്കിവിടെ എൻട്രി ഇല്ല. കോൾ സൈഡിൽ നിഫ്റ്റി ചാർട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. നിഫ്റ്റി രാവിലെ അപ്സൈഡ് മൂവ്മെൻറ്റ് കാണിച്ച് ഏകദേശം
12:35 സമയത്തോട് കൂടിയിട്ട് ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതായത് നമുക്കിവിടെ നോക്കാം ടുഡേയ്സ് ലോ അന്ന് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴാണോ ടുഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുന്നത് അവിടെ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയേക്കാം. നിഫ്റ്റി 24,700 PE സൈഡാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. രാവിലെ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് വിവാപ്പിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസിങ് വരുന്നില്ല. ഏകദേശം 12 മണി നേരത്തെ പറഞ്ഞ സമയത്ത് അടുപ്പിച്ച് ക്യാൻഡിൽ ക്ലോസിങ് ഇവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് അത് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിങ് വിവാപ്പിന് മുകളിലായി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് വിവാപ്പ് ഡൗൺ സൈഡ് വരുന്ന വെയിറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ വിവാപ്പിനോട് ചേർന്ന് ഒരു പോസിറ്റീവ് എൻട്രി എടുക്കുന്ന ഒരാൾക്ക് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നാലും ഹിറ്റ് ആവുന്നില്ല. നല്ല മൂവ്മെൻ്റാണ് കിട്ടുന്നത്. അവിടെ ഏകദേശം ഒരു ഗോൾഡൻ ക്രോസ് തന്നെ നമുക്ക് കാണാം. സെൻട്രൽ പിവറ്റ് പോയിൻറ്റും 200-ഡേ മൂവിങ് ആവറേജും ക്രോസ് ചെയ്യുന്നത് കാണാം. അതോടൊപ്പം തന്നെ നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഏകദേശം 60-ൽ നിന്നും 85-ലേക്ക് വൺ സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് സ്റ്റോപ്പ് ലോസ് വെച്ച് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നവർക്ക് അത് ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. അഥവാ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നവർക്ക് മൂവിങ് ആവറേജ് നോക്കിയിട്ട് വേണം ഇവിടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വയ്ക്കാനായിട്ട്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നവർക്ക് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലും ടാർഗറ്റിനായി ഏകദേശം 103 വരെ നെക്സ്റ്റ് ലെവലുണ്ട്. 130 വരെ പോയിട്ടുണ്ട് ടാർഗറ്റ്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് വെച്ച് പോകുന്നവർക്ക് ഏകദേശം നല്ലൊരു എമൗണ്ട് നല്ലൊരു പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം ഇന്നത്തെ ടുഡേ ലോ ഈ ഫിഗർ ബ്രേക്ക് ചെയ്ത് ഉദ്ദേശം 12:49 ഇവിടെ സമയം ടുഡേസ് ലോ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് മൂവ്മെൻ്റാണ് ഉണ്ടാകുന്നത്. ഈ ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടായി ഏകദേശം 1:42 സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇന്ന് ടുഡേസ് ലോ പോയിൻ്റ് ഇവിടെ എത്തി. എന്തുകൊണ്ട് ഇതിന് ശേഷം ഇന്ന് PE സൈഡിൽ എൻ്റർ ചെയ്യരുത് എന്നാണ് നമുക്ക് നോക്കാം. നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഓപ്പൺ ചെയ്യാം. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ടുഡേസ് ലോ ഈ പോയിൻ്റ് ഏകദേശം ടുഡേസ് ലോ ആയിരുന്നു. ടുഡേസ് ലോ ബ്രേക്ക് ചെയ്ത് ഫസ്റ്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് സെക്കൻഡ് സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് വന്നതാണ്. ഇത് എന്തുകൊണ്ട് പിന്നീട് ഈ ഭാഗത്ത് ഇവിടെയൊന്നും എൻട്രി എടുക്കാൻ പാടില്ല എന്നുള്ളത് നോക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് MACDയും RSIയുമാണ് മെയിനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്. അതിനകത്ത് വൺ സൈഡ് മൂവ്മെൻറ്റ് ഡൗൺ സൈഡാണോ അപ്പ് സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അത് ക്യാൻഡിൽ സ്റ്റിക്ക് മൂവ് ചെയ്യുന്ന അതേ ഓർഡറിൽ അതേ ഫ്ലോയിൽ തന്നെയാണോ RSI മൂവ്മെൻറ്റും വരുന്നതെന്ന് നോക്കുക. ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്ക് ട്രെൻഡിങ് പാറ്റേൺ ഡൗൺ സൈഡ് ഇങ്ങനെയാണ് പോകുന്നത്. അതേസമയം RSI ഇങ്ങനെയാണ് പോകുന്നത്. ക്യാൻഡിൽ സ്റ്റിക്ക് ഡൗൺ സൈഡ് പോകുമ്പോഴത്തേക്കും ക്യാൻഡിൽ സ്റ്റിക്ക് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വരുമ്പോൾ RSI അപ്പ് സൈഡ് മൂവ്മെൻറ്റ് കൺവേർജൻസ് അവിടെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്യാൻഡിൽ സ്റ്റിക്കിന് ഓപ്പോസിറ്റായിട്ട് RSI വരുന്ന സാഹചര്യത്തിൽ അവിടെ എൻട്രി എടുക്കാൻ പാടില്ല. ഒരു കാരണവശാലും ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റിൽ എൻട്രി എടുക്കരുത്. RSIയുടെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണോ ആ ലെവലിൽ പോകാനുള്ള സാധ്യത കൂടുതലും, അഥവാ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് യാതൊരു കാരണവശാലും തുടർന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുകയില്ല. ഇത് ഓർമ്മയുണ്ടെങ്കിൽ അറിയാമെങ്കിൽ നമ്മൾ ഇവിടുന്ന് തുടർന്ന് PE സൈഡ് PE സൈഡ് എൻട്രി എടുക്കുകയില്ല. ഉദാഹരണത്തിന് ഡൗൺ സൈഡ് നല്ലൊരു ഫോളോ വന്ന് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടി ഇവിടെ തിരിച്ച് ഇവിടുത്തെ റെസിസ്റ്റൻസിൽ തിരിച്ച് മേലോട്ട് പോകുമ്പം അപ്പ് സൈഡ് മൂവ്മെൻറ്റ് റെസിസ്റ്റൻസിൽ തട്ടി തിരിച്ച് ഡൗൺ സൈഡ് വീണ്ടും വരുമ്പോൾ വീണ്ടും എൻട്രി എടുക്കാനുള്ള ഒരു സാധ്യത ഒരു ടെൻഡൻസി നമുക്ക് കൂടുതലാണ്. കാര്യം അന്നത്തെ ക്യാൻഡിൽ വെച്ചിട്ട് ടുഡേസ് ലോ ഇതായിരിക്കും. ആ ടുഡേസ് ലോ ബ്രേക്ക് ചെയ്താണ് വീണ്ടും താഴോട്ട് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു നിയമം അറിയുന്നവർക്ക് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ എൻട്രി എടുക്കാൻ പാടില്ല. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ചാർട്ടോടെ ഓപ്പൺ ചെയ്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയുടെ ഏകദേശം ഒരേ പാറ്റേൺ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. 11 മണി സമയത്തോടുകൂടി ടുഡേസ് ബ്രേക്ക്. ബാങ്ക് നിഫ്റ്റിയുടെ 56,100 ഇന്നത്തെ മണിയിൽ PE സൈഡാണ് എടുത്തിരിക്കുന്നത്. ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ നോക്കുമ്പോഴേക്കും റൈറ്റ് പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിങ് ഒരു സ്ഥലത്ത് ഇവിടെ വരുന്നുണ്ട്. പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിങ് വരുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിങ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം ഇവിടെ VWAPന് മുകളിലായിട്ട് പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നുണ്ട്.
അതോടൊപ്പം RSI 50 എബോവ് കണ്ടിന്യൂ ചെയ്യുകയാണ്. MACDയിൽ ക്രോസിങ് കാണുന്നില്ല, പോസിറ്റീവ് ട്രെൻഡ് തന്നെ കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ എടുക്കുന്നതിൽ തെറ്റില്ല, എൻട്രി എടുക്കുന്നതിൽ തെറ്റില്ല. എങ്കിലും നിർബന്ധമായിട്ടും VWAPന് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുകയും VWAPനോട് ചേർന്ന് പരമാവധി എൻട്രി എടുക്കാനും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഹ്യൂജ് ലോസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ എൻട്രി എടുത്തവർക്ക് ലോസ് തന്നെ ആയിരിക്കും. നമ്മുടെ നിയമം ഓക്കെയാണ്, റൂൾ ഓക്കെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി പൈസ നഷ്ടപ്പെടും. എന്നാലും ചെറിയ സ്റ്റോപ്പ് ലോസും എൻട്രി പോയിൻ്റ് അതനുസരിച്ച് ക്രമീകരിക്കുന്നവർക്ക് വലിയ ലോസ് വരികയില്ല. ഓക്കെ. പിന്നീട് നോക്കുമ്പോഴത്തേക്ക് വീണ്ടും VWAPന് മുകളിൽ നല്ലൊരു എൻട്രി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു പോസിറ്റീവ് ക്യാൻഡിൽ, നല്ല വോളിയം ഉണ്ട്. MACD ക്രോസിങ് കാണിക്കുന്നുണ്ട്. RSI അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുകയാണ്, 50 എബോവ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് VWAPന് തൊട്ട് മുകളിലായിട്ട് നോക്കി വെയിറ്റ് ചെയ്ത് എൻട്രി എടുക്കുക. VWAPന് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വയ്ക്കണം, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഇവിടെ എൻട്രി എടുത്ത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെയിറ്റ് ചെയ്ത ഒരാൾക്ക് ഏകദേശം 150 എൻട്രി എടുത്ത് 150-155 റേഞ്ചിൽ എൻട്രി എടുത്ത ഒരാൾക്ക് 200 വരെയൊക്കെ ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞതിലൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ 200 വരെ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അത് എക്സ്ട്രീം ആയിപ്പോൾ 200 താഴത്തെ ഈ ഒരു ട്രെൻഡിലേ വരച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആ ട്രെൻഡിൽ എന്തുകൊണ്ടവിടെ വരച്ചു എന്ന്, അത് നമ്മൾ അവിടുത്തെ ടാർഗറ്റ് അതായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. കാരണം അതിന് തൊട്ട് മുമ്പത്തെ 2 ക്യാൻഡിൽസിൻ്റെ അപ്സൈഡ് പരമാവധി അവിടെ വരെയാണ് പോയിരിക്കുന്നത്. ഇത് ഈ റേഞ്ചിൽ അത് ഉദ്ദേശിച്ച് വരച്ചതാണ്, അതായിരിക്കണം ടാർഗറ്റ് വയ്ക്കേണ്ടത്. അഥവാ അതിന് മുകളിൽ പോകാനുള്ള സാധ്യത ഇല്ലെങ്കിലും നമുക്ക് ഈ ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എക്സിറ്റ് ആവാവുന്നതാണ്. അഥവാ അല്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, മൂവ്മെൻ്റ് ഉള്ളതനുസരിച്ച് മുകളിലേക്ക് വയ്ക്കുകയാണ്. മൂവിങ് ആവറേജ് ബേസ് ചെയ്ത് വേണം, 9 ഡേയ്സ് മൂവിങ് ആവറേജാണ് കാണിച്ചിരിക്കുന്നത്. മൂവിങ് ആവറേജ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇതോടൊപ്പം നമ്മൾ ട്രേഡ് ചെയ്യാനൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യ വിക്സ് മൂവ്മെൻറ്റും കൂടി ഇതിനൊപ്പം വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം ഇന്ത്യ വിക്സ് മൂവ്മെൻറ്റ് നോക്കുക. ഇന്ത്യ വിക്സ് മൂവ്മെൻറ്റ് ഡൗൺ സൈഡ് ആകുമ്പോൾ മാർക്കറ്റ് അപ്സൈഡ് മൂവ്മെൻറ്റും, ഇന്ത്യ വിക്സ് അപ്സൈഡ് പോകുമ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡും പോകുന്ന ട്രെൻഡ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഇതിനൊപ്പം തന്നെ ഒബ്സർവ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി മൂവ്മെൻറ്റുകൾ നമുക്ക് മുൻകൂട്ടി ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൽ അണ്ടർലൈൻ ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റുകളും ടോപ്പ് ലിസ്റ്റിൽ വരുന്ന മൂവ്മെൻറ്റുള്ള സ്റ്റോക്കുകളും വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ അണ്ടർലൈൻഡ് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്താണ് നിഫ്റ്റിയും ഇൻഡെക്സുകളെല്ലാം തന്നെ മൂവ് ചെയ്യുന്നത്. അവിടെ മാറി ഈ സ്റ്റോക്കുകളുടെ ഇത് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ശരിയായ സമയത്ത് എൻട്രി എടുക്കുന്നതിനും എക്സിറ്റ് എടുക്കുന്നതിനും ട്രേഡ് ചെയ്യാതിരിക്കുന്നതിനും ദിവസേനയുള്ള അപ്ഡേറ്റുകൾ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.